وصحبه الفائزين أما بعد يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദന്മാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു തആല നമ്മേവരുടെയും ഈ ഒരുമിച്ചു കൂട്ടം കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. എന്നിൽ അർപ്പിതമായ വിഷയം താജുസ് സ്വലാത്ത്, സ്നേഹത്തിൻ്റെ തുലാമയ എന്നുള്ളതാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ മഹാന്മാർ നമുക്ക് മാർഗദർശനം നൽകിയത് ഒന്ന് മാത്രമുള്ളൂ. അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അകമഞ്ഞ സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ ആശിഖുർ റസൂൽ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഹുബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ, അഅമാലുകളിൽ ഏറ്റവും മഹത്വമുള്ള അമൽ അത് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, ആ തങ്ങളെ മദ്ഹ് ചെയ്യലാണ്. അത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അക്സിറു മിൻ സ്വലാത്തി അലയ്യ, നിങ്ങൾ എൻ്റെ മേൽ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കുക. തങ്ങളുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചവൻ ദുനിയാവിലും ആഖിറത്തിലും തങ്ങളുടെ പൊരുത്തമുണ്ടാകുന്നതാണ്. മാത്രമല്ല, സ്വലാത്ത് കൊണ്ട് എല്ലാത്തിനും പരിഹാരമാണ്. ആ കൂട്ടത്തിൽ താജുസ് സ്വലാത്ത് വലിയ മഹത്വമുള്ളതാണ്. യമനിൽ ജനിച്ച ഷേഖ് അബൂബക്കർ ഇബ്നു അൽ-അലാബി റളിയല്ലാഹു അൻഹു രചിച്ചതായ ഈ താജുസ് സ്വലാത്ത് ആ പേരിൽ തന്നെ സൂചിപ്പിക്കുന്നത് പോലെ സ്വലാത്തുകളുടെ കിരീടമാണ് ഈ സ്വലാത്ത്. اللهم صل على سيدنا محمد صاحب التاج والمعراج والبراق والعلم എന്ന് തുടങ്ങുന്ന ഈ താജുസ് സ്വലാത്തിന് വലിയ മഹത്വമുണ്ട്. മാത്രമല്ല, ഈ സ്വലാത്തിന്റെ ഉടനീളം തങ്ങളുടെ ഒരുപാട് സിഫത്തുകൾ പറഞ്ഞതും തങ്ങളുടെ പുകഴ്ത്തിയതൊക്കെ നമുക്ക് കാണാം. തങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ, അതേ കിരീടമുടയവരായ തങ്ങളാണ്. എന്നിട്ടതേ വൽ മിഅ്റാജ്, മഹാനായ ഹുസൂർ ഇമാം അതേ പറഞ്ഞില്ലേ, സറൈത മിൻ ഹറമി ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്ര ഫീ താജിൻ മിനൽ ഗുലമി. അതേ തങ്ങൾ ഇസ്രാ മിഅ്റാജ് നടത്തിയ ആ രാത്രിയെ കുറിച്ചിട്ടാണ് സാഹിബി താജ് വൽ മിഅ്റാജ് എന്ന് പറഞ്ഞത്. ഇങ്ങനെ തുടങ്ങി ഈ സ്വലാത്തിൽ അതേ തങ്ങളെ കുറിച്ച് ധാരാളം സിഫത്തുകൾ പറഞ്ഞത് നമുക്ക് കാണാം. തങ്ങളെ അടുത്തവർക്ക്, തങ്ങളെ സ്നേഹിച്ചവർക്ക് എല്ലാത്തിനും പരിഹാരമുണ്ട്. ദാഫിഉൽ ബലാഇ വൽ വബാഇ വൽ ഖഹ്തി വൽ മറദി വൽ അലം. അതേ എന്ത് രോഗമുണ്ടെങ്കിലും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എല്ലാത്തിനും പരിഹാരമാണ് സ്വലാത്ത്. നമുക്ക് തന്നെ നൂറുകണക്കിന് അനുഭവങ്ങളില്ലേ. വൈദ്യന്മാർ പോലും രോഗികളെ കൈവടിഞ്ഞപ്പോൾ സ്വലാത്ത് മജ്‌ലിസുകളുടെ മുഖേന ശിഫാ കിട്ടിയ അതെത്ര വിഷയങ്ങളും
അതെത്രയെത്ര വിഷയങ്ങൾ നാമൊക്കെയും അനുഭവിച്ചവരല്ലേ. അതുകൊണ്ടോ സുഹൃത്തുക്കളെ, സ്വലാത്ത് പതിവാക്കണം. സ്വലാത്ത് പതിവാക്കിയവർക്ക് ധാരാളം ശ്രേഷ്ഠതകളുണ്ട്. അതല്ലേ ഈ താജ് സ്വലാത്ത് ആരെങ്കിലും പതിവാക്കിയാൽ പൈശാചികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഇതിൽ നിന്ന് മാറി നിൽക്കുമെന്ന് മഹാന്മാർ പറയുന്നുണ്ട്. മാത്രമല്ല തങ്ങളെ കുറിച്ചതേ പറഞ്ഞില്ലേ, ശഫീഉൽ മുദ്നിബീൻ. ആരെത്ര ദോഷം ചെയ്താലും തങ്ങളുടെ അടുക്കൽ പോയാൽ തങ്ങൾ മാപ്പ് കൊടുക്കും. അതല്ലേ റഹ്മത്തുൽ ലിൽ ആലമീൻ. അതേ നമുക്കറിയില്ലേ, അതേ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു, അതേ ആരായിരുന്നു കഅബ് ഇബ്നു സുഹൈർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യ കാലഘട്ടത്തിൽ ഏറെ കൂടുതൽ ആക്ഷേപിച്ച ഒരാളായിരുന്നു കഅബ് ഇബ്നു സുഹൈർ. അതേ എവിടത്തോളം എന്ന് പറഞ്ഞാൽ തങ്ങൾ പോലും അതേ ആജ്ഞാപിച്ചിരുന്നു, കഅബിനെ കണ്ട സ്ഥലത്തിൽ കൊല്ലണം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഉണ്ടായിരിക്കെ ഒരു ദിവസം കഅബ് ഇബ്നു സുഹൈർ തങ്ങളുടെ അടുക്കൽ വന്നത് മാപ്പ് ചോദിച്ചപ്പോ റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങൾ മാപ്പ് കൊടുത്തില്ലേ. അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്ക് ഏറ്റവും വലിയ പിടിവള്ളി എന്നുള്ളതാണ് സ്വലാത്ത്. അതിൽ നാം എല്ലാ ദിവസവും പതിവാക്കണം. നാം നിസ്കരിക്കുന്നതായ നിസ്കാരം, നമ്മുടെ നോമ്പുകൾ, നാം ഓതുന്നതായ ഇബാദത്തുകൾ, ഇതെല്ലാം ശരിയാകണമെങ്കിൽ ഇതിനെല്ലാം നിബന്ധനകളുണ്ട്, ഇതിനെല്ലാം ഷർത്തുകളുണ്ട്. എത്രമാത്രം ഖബൂലിയത്താണെന്നറിയില്ല. അതേ സമയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ അതിൽ വലിയ ഖബൂലിയത്താണ്. അതുകൊണ്ട് തന്നെ മുൻഗാമികളായ മഹാന്മാർ അവർ അവരുടെ ജീവിതത്തിൽ സ്വലാത്തിനെ പതിവാക്കിയിരുന്നു. അതുകൊണ്ടല്ലേ യാ അയ്യുഹൽ മുസ്താഖൂന ബിനൂരി ജമാലിഹി, തങ്ങളെ കാണാൻ ആഗ്രഹമില്ലാത്തവരാരാ? ഏതൊരു മുഅ്മിനിനും തങ്ങളെ കാണാനുള്ള ആഗ്രഹമുണ്ട്. ആ തങ്ങളെ കാണണോ? സല്ലൂ അലൈഹി വആലിഹി, ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കുക. വർദ്ധിപ്പിച്ച് അതേ അവസാനം ഒരു ദിവസം കിടന്നിറങ്ങുന്ന സമയത്ത് സ്വപ്നത്തിനതേ സബ്സെ ഔലാ വഅലാ ഹമാറാ നബി, സബ്സെ ബാലാ വഅലാ ഹമാറാ നബി, अपने मौला का प्यारा हमारा नबी, दोनों आलम का दूल्हा हमारा नबी. ആ തങ്ങളെ കാണാൻ ഒരു ഭാഗ്യം ലഭിച്ചാൽ നാം എന്തുമാത്രം സൗഭാഗ്യമുള്ളവരായി. അതേ നാളെ ഖബറിൽ കിടക്കാനില്ലേ തങ്ങളെ പറയുന്നു. ആ ഇരുത്തറയുള്ള ഖബറിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ فإن الصلاة علي نور في القبر, ആരെങ്കിലും എന്റെ മേൽ സ്വലാത്ത് പതിവാക്കിയാൽ നാളെ ഒറ്റയ്ക്ക് ഖബറിൽ കിടക്കുമ്പോ ഈ സ്വലാത്ത് നമുക്ക് അവിടെ പ്രകാശമായിട്ട് ലഭിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അതിനെല്ലാത്തിനും താജ് സ്വലാത്ത് നല്ലതാണ്.